ഹായ് ഓൾ, എല്ലാവർക്കും ക്വസ്റ്റ് പി എസ് സി ഹസൽ പി വൈ ക്യൂവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ കോഡ് 141/2025 ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമ്മുടെ ചാനലിൽ നൽകി വരുന്നത് റീസെൻ്റായിട്ട് പി എസ് സി നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടെക്നിക്കൽ എക്സാംസ്, സ്പെഷ്യൽ എക്സാംസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് യുവരാജ് സിംഗ്, എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി അഭിനവ് ബിന്ദ്ര, എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ് സാനിയ മിർസ, ഗോൾഡൻ ഗേൾ പി ടി ഉഷ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് പൊളിറ്റിക്കൽ പാർട്ടി യൂസ്ഡ് ഓയിൽ ലാമ്പ് ആസ് ആൻ ഇലക്ഷൻ സിംബൽ ഇൻ ഇറ്റ്സ് ഇലക്ഷൻസ് അപ് ടു 1977? ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്? ഓപ്ഷൻ സി ജൻസംഘ് ആണ്. ജൻസംഘ്. ചോദ്യം 3, വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് കറക്റ്റ് അബൌട്ട് ഒളിമ്പിക് ഗെയിംസ്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി, സി ആൻഡ് ഡി ആണ് തെറ്റായിട്ടുള്ളത്. കറക്റ്റ് നമുക്ക് വായിക്കാം. ദ ഹിസ്റ്ററി ഓഫ് ഒളിമ്പിക് ഗെയിംസ് സ്റ്റാർട്ടഡ് ഇൻ ഏൻഷ്യൻറ്റ് ഗ്രീസ് അറൌണ്ട് 776 BC. 1900 women were firstly permitted to participate Olympic Games. ഓക്കെ. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പിയറി ഡി കുബർട്ടിൻ വാസ് ദ ഫസ്റ്റ് പ്രസിഡൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിയറി ഡി കുബർട്ടിൻ അല്ല, ഡെമിട്രിസ് വിക്കേലാസ് ആണ് ഫസ്റ്റ് പ്രസിഡൻറ്റ്. അതിനുശേഷമാണ് പിയറി ഡി കുബർട്ടിൻ പ്രസിഡൻ്റ് ആയത്. ഓക്കെ. ഒളിമ്പിക് ഫ്ലെയിം ആൻഡ് ടോർച്ച് റിലേ വെർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ സമ്മർ ഒളിമ്പിക്സ് അറ്റ് പാരീസ് എന്ന് കൊടുത്തിരിക്കുന്ന തെറ്റാണ്. ശരിക്കും 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ് ഒളിമ്പിക് ഫ്ലെയിം ആൻഡ് ടോർച്ച് റിലേ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദി ഷൈലി ആപ്പ് ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള? ഷൈലി ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ്? ഫോർ സ്ക്രീനിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഷൈലി ആപ്പ്. ഹൂ റോട്ട് ദ വർക്ക് ടൈറ്റിൽഡ് എക്കോളജിക്കൽ ജേർണീസ് ദ സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ? എന്താണ് ബുക്കിൻ്റെ പേര്? ഇക്കോളജിക്കൽ ജേർണീസ് ദ സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ. ആരുടെയാണ്? മാധവ് ഗാഡ്ഗിലിൻ്റെയാണ്. മാധവ് ഗാഡ്ഗിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് സീറോ ഡെബ്രിസ് ചാർട്ടർ? സീറോ ഡെബ്രിസ് ചാർട്ടറിനെ കുറിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. എ ആൻഡ് സി ആണ് ശരി. സീറോ ഡെബ്രിസ് ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഡെബ്രിസ് മീൻസ് ഈ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നതായിട്ട് ഉദ്ദേശിച്ചാണ് സ്പേസിലെ. അപ്പം ഇതിനകത്ത് എ ആൻഡ് സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സീറോ ഡെബ്രിസ് ചാർട്ടർ ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ നാസയുടെയാണ്. ടു അച്ചീവിങ് ഡെബ്രിസ് ന്യൂട്രൽ സ്പേസ് ആക്ടിവിറ്റീസ് ബൈ 2030. 2030 ഡെബ്രിസ് ന്യൂട്രൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നാസ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനീഷ്യേറ്റീവാണ് എന്ത്? സീറോ ഡെബ്രിസ് ചാർട്ടർ. ഇനി ഇന്ത്യ ഇസ് ദ 8th നേഷൻ വിച്ച് സൈൻ ദിസ് ചാർട്ടർ. ഇന്ത്യ ഇസ് ദ 8th നേഷൻ വിച്ച് സൈൻ ദിസ് ചാർട്ടർ. ഈ ചാർട്ടറിൽ 8ാമതായിട്ട് ഒപ്പുവെച്ച രാജ്യം ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ വായിക്കാം. പുലിസ്റ്റർ പ്രൈസ് ജെയിൻ ആൻഡ് ഫിലിപ്സ്, മെൻ ബുക്കർ പ്രൈസ് ജെന്നി എർപ്പൻബെക്ക്, ക്ലോക്ക് പ്രൈസ് ക്വാമി അന്തോണി അപ്പിയ, ഡബ്ലിൻ ലിറ്റററി അവാർഡ് മിർസ കാർട്ടാറെസ്കു. ഒന്നും കൂടെ വായിക്കാം. നമുക്ക് അത്ര പരിചിതമല്ലാത്ത പേരുകളാണ്. പുലിസ്റ്റർ പ്രൈസ് ജെയിൻ ആനി ഫിലിപ്സ്, മെൻ ബുക്കർ പ്രൈസ് ജെന്നി എർപ്പൻബെക്ക്, ക്ലൂക്ക് പ്രൈസ് ക്വാമി അന്തോണി അപ്പിയ, ഡബ്ലിൻ ലിറ്റററി അവാർഡ് മിർസിയ കാർട്ടാറെസ്കു. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് സെൻട്രൽ പബ്ലിക് സെക്ടർ enterprise company have received the Navaratna status from the Government of India and listed as 18th Navaratna company in 2024? അപ്പം 2024 18th നവരത്ന കമ്പനിയായിട്ട് സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് തിരഞ്ഞെടുത്തത് ഏത് കമ്പനിയാണ്? ഓപ്ഷൻ ഡി, മെസഡോങ് ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിനെയാണ്. Which among the following country joined along with the Indian Army to conduct military exercise called Nomadic Elephant at Meghalaya on July 2024? ഏതാണ്? നൊമാഡിക് എലിഫൻറ്റ് എക്സസൈസിൽ ഏത് രാജ്യമാണ് ഇന്ത്യൻ ആർമിയുടെ കൂടെ ജോയിൻ ചെയ്തത്? ഏത് രാജ്യമാണ്? ഓപ്ഷൻ ബി, മംഗോളിയാണ്. എക്സസൈസിൻ്റെ പേരെന്താണ്? നൊമാഡിക് എലിഫൻറ്റ്
എവിടെ വെച്ചായിരുന്നു? മേഘാലയ. നൊമാഡിക് എലിഫന്റ് എക്സർസൈസ് അറ്റ് മേഘാലയ ഓൺ ജൂലൈ 2024. ഏത് രാജ്യമായിരുന്നു? മംഗോളിയ. അടുത്തത്, വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, എ ആൻഡ് ബി ഓൺലി ആണ് കറക്റ്റ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. കാര്യം നമുക്കത്ര പരിചയമില്ലാത്ത ഒരു അസോസിയേഷൻ്റെ പേരാണിത്. രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1878 വിത്ത് ദ എയിം ഓഫ് പ്രൊമോട്ടിംഗ് ഓഫ് വിഡോ റീമാരേജ് ആസ് ഇറ്റ്സ് എയിം ഒബ്ജക്റ്റീവ്. രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വീരേശലിംഗം പന്തലു. അല്ലേ? വീരേശലിംഗം പന്തലു നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സോഷ്യൽ റിഫോം അസോസിയേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം വീരേശലിംഗം പന്തലു 1878 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു അസോസിയേഷനാണ് രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊമോട്ടിംഗ് ഓഫ് വിഡോ റീമാരേജ്, വിധവാ പുനർവിവാഹം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലേ? വിധവാ പുനർവിവാഹം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീരേശലിംഗം പന്തലു ഏത് വർഷമാണ്? 1878, 1878 ഫോം ചെയ്ത ഒരു അസോസിയേഷനാണ് രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ. അപ്പം രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ, വീരേശലിംഗം പന്തലു 1878 വിധവാ പുനർവിവാഹം. അടുത്ത ചോദ്യം, Who among the following was a Prussian Protestant missionary carried out educational activities in Nagarkovil? നാഗർകോവിലിൽ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്ത പ്രഷ്യൻ പ്രൊട്ടസ്റ്റന്റ് മിഷണറി ആരാന്നാണ്? ആൻഡ് നിയർ ബൈ ദി റീജിയൻസ് ഓഫ് സൗത്ത് ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ ഏർലി ഡീക്കേഡ്സ് ഓഫ് 19th century. ആരാണ്? വില്യം ടോബിയാസ് റിംഗിൾ ടോബെ. അപ്പം സൗത്ത് ട്രാവൻകൂറിലും നാഗർകോവിലിലും എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് നടത്തിയ പ്രഷ്യൻ പ്രൊട്ടസ്റ്റന്റ് മിഷണറി ആരാന്നാണ് ചോദ്യം. ആരാണ്? വില്യം ടോബിയാസ് റിംഗിൾ ടോബെ. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ സോഷ്യൽ റിഫോമർ ചട്ടമ്പി സ്വാമികൾ ഇസ് കറക്റ്റ്? ചട്ടമ്പി സ്വാമികളുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ് ആണ്. ചട്ടമ്പി സ്വാമികൾ ട്രൈ ടു റൈസ് സോഷ്യൽ കോൺഷ്യസ്നസ് അഗെയിൻസ്റ്റ് സച്ച് സോഷ്യൽ ഈവിൽസ് ലൈക്ക് അൺടച്ചബിലിറ്റി, സബ്കാസ്റ്റ് ബാരിയേഴ്സ് ആൻഡ് ഒബ്സർവൻസ് ഓഫ് സച്ച് ഇറിറ്റേഷണൽ പ്രാക്ടീസസ് ആസ് താലികെട്ട് കല്യാണം, തിരണ്ടുകുളി എക്സെട്ര. അപ്പം സാമൂഹിക അവബോധം കൊണ്ടുവന്ന ചട്ടമ്പി സ്വാമികൾ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ്? അൺടച്ചബിലിറ്റി, സബ്കാസ്റ്റ് ബാരിയേഴ്സ്, താലികെട്ട് കല്യാണം, തിരണ്ടുകുളി കല്യാണം. ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. പക്ഷേ ചട്ടമ്പി സ്വാമികളും ഇതിനെതിരെയായിട്ട് അവയർനെസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അടുത്തത്, ചട്ടമ്പി സ്വാമികൾ എസ്പൗസ്ഡ് ദ ഫിലോസഫി ഓഫ് അദ്വൈത വേദാന്ത വൈൽ ഒപ്പോസിങ് സ്ക്രിപ്ച്വൽ മൊണോപ്പൊളി എൻജോയ്ഡ് ബൈ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിക്കുള്ള സ്ക്രിപ്ച്വൽ മൊണോപ്പൊളിയെ എതിർത്തായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അങ്ങനെയാണ് ഏതാണ് അദ്വൈത വേദാന്ത എന്ന ഫിലോസഫി കൊണ്ടുവന്നത്. അടുത്തത്, ചട്ടമ്പി സ്വാമികൾ ഓതോഡ് വർക്ക് ലൈക്ക് അദ്വൈത ചിന്താ പദ്ധതി, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എക്സെട്ര. അപ്പം ചട്ടമ്പി സ്വാമികളുടെ രചനകളാണ് ഏതൊക്കെ? അദ്വൈത ചിന്താ പദ്ധതി, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എക്സെട്ര. ഇനി ദ ഇയർ 2023-2024 ഇസ് ബീയിങ് ഒബ്സർവ്ഡ് ഓഫ് ദ സെനറ്ററി ഓഫ് ദി സമാധി ഓഫ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ 100ാം വാർഷികമാണ് അല്ലെ, സെനറ്ററി ആണ്. ഏത് വർഷം? 2023, 2024. Who among the following political journalists active during the early decades of 20th century published the biographies of Karl Marx and Mohandas Karamchand Gandhi in Malayalam? ഗാന്ധിജിയുടെയും കാറൽ മാർക്സിൻ്റെയും ബയോഗ്രഫി എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഏത് നൂറ്റാണ്ടിലാണ്? 20ാം നൂറ്റാണ്ടിലെ 20th century, ഏർലി ഡീക്കേഡ്സ് ഓഫ് 20th century. കാറൽ മാർക്സിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ബയോഗ്രഫീസ് എഴുതിയത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിനകത്ത് റോങ്ലി പെയർഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, മൂന്നാമത്തെയാണ് റോങ്ലി പെയർഡ്. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് വായിക്കാം. മിസ്സസ് കോളിൻസ് ഘാതകവധം, ആർച്ച് ഡീക്കൻ കോശി, പുല്ലേലി കുഞ്ചു, പോത്തൻ കുഞ്ഞമ്പു, സരസ്വതി വിജയം. ഇതിനകത്ത് മീനകേതന ചരിതം എന്ന് പറയുന്നത് അഴകത്ത് ഇ പത്മനാഭക്കുറുപ്പിൻ്റെ കൃതിയാണ്. അഴകത്ത് ഇ പത്മനാഭക്കുറുപ്പിൻ്റെ കൃതിയാണ് മീനകേതന ചരിതം. മിസ്സസ് കോളിൻസിൻ്റെ ഘാതകവധം, ആർച്ച് ഡീക്കൻ കോശി, പുല്ലേലി കുഞ്ചു,
അഴകത്ത് ഇ പത്മനാഭക്കുറുപ്പ് മീനകേതന ചരിതം, പോത്തേരി കുഞ്ഞമ്പു സരസ്വതി വിജയൻ. ഇത്ര എങ്ങനെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദി അടുത്തത് നമുക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നഗരവിപ്ലവത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? അർബൻ റവല്യൂഷൻ നഗരവിപ്ലവത്തിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കൃഷി മൃഗപരിപാലനമാണ് അല്ലാത്തത്. അപ്പം ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? നഗരവിപ്ലവത്തിൻ്റെ സവിശേഷതയായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? എഴുത്തിൻ്റെ കണ്ടുപിടുത്തം, സമൂഹത്തിൻ്റെ വർഗീകരണം, അളവ് തൂക്ക സാമഗ്രികളുടെ ഉപയോഗം. അടുത്ത ചോദ്യം, എ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഹൊവാർഡ് സിൻ ആണ് ഏത് പുസ്തകം എഴുതിയത്? എ പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എ പീപ്പിൾ ഹിസ്റ്ററി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഹൊവാർഡ് സിൻ. ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദി പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് എന്ന ചരിത്രത്തെ നിർവചിച്ചത് ആരാണ്? E.H. ഖാർ ആണ് ചരിത്രത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് ആൻഡ് ദ പാസ്റ്റ്. ആരാണ്? E.H. ഖാർ. അടുത്തൊരു അസോഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എയും ആറും ശരി, എന്നാൽ ആർ എയുടെ ശരിയായ വിശദീകരണവുമാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് ആൻസർ നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് കേട്ടോ. 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സോഷ്യൽ കോൺട്രാക്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആരാണ്? മാക്കിയാവെല്ലിയാണ്. അപ്പം സോഷ്യൽ കോൺട്രാക്റ്റുമായി ബന്ധമുള്ള ആർക്കൊക്കെയാണ്? ജോൺ ലോക്ക്, തോമസ് ഹോബ്സ്, റൂസോ. ഇവർക്ക് 3 പേർക്കും സോഷ്യൽ കോൺട്രാക്ട് സിദ്ധാന്തവുമായി ബന്ധമുണ്ട്. ആർക്കൊക്കെയാണ്? ജോൺ ലോക്ക്, റൂസോ, തോമസ് ഹോബ്സ്. അടുത്ത ചോദ്യം, ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ ആരാണ്? അൽഫോൺസോ ഡി അൽബുക്കർഗ് ആണ് ഗോവ ആക്രമിച്ച് കീഴടക്കിയ പോർച്ചുഗീസ് ഗവർണർ. താഴെ പറയുന്നവയിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷനിസ്റ്റ് സമീപം സ്വീകരിക്കാത്ത ചരിത്രകാരൻ ആര്? സ്വീകരിക്കാത്തതാണ് ആൻ്റണി ഡി സ്മിത്ത് ആണ് ആൻസർ. അപ്പം കൺസ്ട്രക്ഷനിസ്റ്റ് സമീപവുമായി ബന്ധപ്പെട്ട ചരിത്രകാരന്മാർ ആരൊക്കെയാണ്? എറിക് ഹോബ്സ്ബാം, എലി ഖെഡൂരി, ഏണസ്റ്റ് ഗർണർ. അടുത്തതായി, ദ ന്യൂ ഡീൽ ആരംഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ദ ന്യൂ ഡീൽ ആരംഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ന്യൂ ഡീൽ എന്ന് പറയുന്നത്. അപ്പം ന്യൂ ഡീൽ ആരംഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അടുത്ത ചോദ്യം, പ്രശസ്ത സംഗീതജ്ഞനായ ലുഡിഗ് വാൻ ബിഥോവൻ തൻ്റെ സിംഫണി 3 എറോയിക്ക സിംഫണി സമർപ്പിച്ച ഒരേ ഒരു ചക്രവർത്തി ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. പ്രശസ്ത സംഗീതജ്ഞനായ ലുഡിഗ് വാൻ ബിഥോവർ തൻ്റെ സിംഫണി 3 അഥവാ എറോയിക്ക സിംഫണി സമർപ്പിച്ച ഒരേ ഒരു ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട്. മ്യൂണിച്ച് ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത യൂറോപ്യൻ രാഷ്ട്രീയ നേതാവ് വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പം ബന്ധമുള്ളതാരൊക്കെയാണ് മ്യൂണിച്ച് ഉടമ്പടിയുമായി? അഡോൾഫ് ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി, നെവിൻ ചേംബർലൈൻ. ചോദ്യം 31, ഋഗ്വേദവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 3 മാത്രം ശരിയാണ്. ഋഗ്വേദയിലെ 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളെ കുടുംബ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നു. ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിമീള പുരോഹിത മന്ത്രത്തോടു കൂടിയാണ്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഗുപ്ത കാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ ഉൾപ്പെടാത്തത് ആര്? അശ്വാഘോഷനാണ് ഉൾപ്പെടാത്തത്. അപ്പം ഗുപ്ത കാലഘട്ടത്തിലെ നവരത്നങ്ങളിൽ ഉൾപ്പെടുന്നതാരൊക്കെയാണ്? അമരസിംഹൻ, വരരുചി, വരാഹമിഹിരൻ. അമരസിംഹൻ, വരരുചി, വരാഹമിഹിരൻ. താഴെ പറയുന്നവയിൽ ഗിയാസുദ്ദീൻ ബാൽബൻ കൊണ്ടുവന്ന ആചാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ജരോഖ ദർശനാണ് ഉൾപ്പെടാത്തത്. അപ്പം ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ കൊണ്ടുവന്ന ആചാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സിജ്ദ, പൈബോസ്, നവ്രോസ്. മീഡീവിയൽ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഉപയോഗപ്പെടും. അടുത്ത ചോദ്യം, 1773 റെഗുലേറ്റിംഗ് ആക്റ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ് ബന്ധമില്ലാത്തത്. അപ്പം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ബംഗാൾ ഗവർണർ
ബംഗാൾ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി ഉയർത്തി. കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിച്ചു. ഇത് രണ്ടും 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് അല്ലേ. ചോദ്യം 35. താഴെ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരുടെ പത്രങ്ങളെയും സാമ്യപ്പെടുത്തുക. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. മഹാത്മാഗാന്ധി ഇന്ത്യൻ ഒപ്പീനിയൻ, ബാലഗംഗാധര തിലക കേസരി, ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ്, ആനി ബെസന്റ് ന്യൂ ഇന്ത്യ. ചോദ്യം 36. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം ഏതാണ്? ഐതരേയ ആരണ്യകം. ഐതരേയ ആരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആരണ്യകം. കണ്ണകി ആരാധന ആരംഭിച്ച ചേര രാജാവ് ആര്? ചേരൻ ചെങ്കുട്ടവൻ. ചേരൻ ചെങ്കുട്ടവനാണ് കണ്ണകി ആരാധന ആരംഭിച്ച ചേര രാജാവ്. ചോദ്യം 38. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ബി 2, 3, 4 ശരി. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റായത്? ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെയാണ്. അതുകൊണ്ടാണ് അത് തെറ്റായത്. ഓക്കെ, ഇനി ശരിയായിട്ടുള്ള മറ്റു ഓപ്ഷൻസ് വായിക്കാം. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ചിറക്കൽ രാജാവാണ്. വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമമാണ് രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം. ഇംഗ്ലീഷ് ജനറൽ ആർത്തർ വെല്ലസ്ലിയാണ് പഴശ്ശി കലാപം അടിച്ചമർത്താൻ നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം. കേരള സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? 3 മാത്രമാണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നത് നമുക്ക് വായിക്കാം. സവർണരെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര നടത്തി, കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, അധസ്ഥിത വിഭാഗത്തിനായി വെങ്ങാനൂരിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചു. ചോദ്യം 40. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? എല്ലാം ശരിയാണ് തന്നിരിക്കുന്നത്. 1947 ഏപ്രിലിൽ ഐക്യകേരള കോൺഫറൻസ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടന്നു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഭിന്ന അഭിപ്രായത്തെ തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെന്നും തിരുക്കൊച്ചി പ്രദേശ് കമ്മിറ്റിയെന്നും രണ്ടായി വിഭജിച്ചു. കേരള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഭിന്ന അഭിപ്രായത്തെ തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ മലബാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെന്നും തിരുക്കൊച്ചി പ്രദേശ് കമ്മിറ്റിയെന്നും രണ്ടായി വിഭജിച്ചു. സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് കേരളത്തോട് കൂട്ടിച്ചേർത്തു. ചോദ്യം 31. വിലയുടെ വിവിധ ശ്രേണികളിൽ അളക്കുന്ന വില ഇലാസ്തികത ഏതാണ്? ആർക്ക് ഇലാസ്തികത. ചോദ്യം 47. താരതമ്യ നേട്ടത്തെക്കുറിച്ചുള്ള റിക്കാർഡിയൻ സിദ്ധാന്തം അവസര ചെലവിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് സ്ഥിരമായി. ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976. ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് 1976. RBIയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. ധനനയ രൂപീകരണവും നടപ്പാക്കലും 1999 വിദേശ നാണയ മാനേജ്മെൻറ്റ് ആക്ട് കൈകാര്യം ചെയ്യുക. അപ്പം 1999 വിദേശ നാണയ മാനേജ്മെൻറ്റ് ആക്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. കറൻസി നോട്ടുകൾ മാറ്റി നശിപ്പിക്കുന്നു. സുരക്ഷിതവും കാര്യക്ഷമവുമായ പേയ്മെൻറ്റ് സംവിധാനങ്ങളുടെ ആമുഖവും നവീകരണവും. ഒന്നും കൂടെ നോക്കാം നമുക്ക്. ധനനയ രൂപീകരണവും നടപ്പാക്കലും 1999 വിദേശ നാണയ മാനേജ്മെൻറ്റ് ആക്ട് കൈകാര്യം ചെയ്യുക. കറൻസി നോട്ടുകൾ മാറ്റി നശിപ്പിക്കുന്നു. സുരക്ഷിതവും കാര്യക്ഷമവുമായ പേയ്മെൻറ്റ് സംവിധാനങ്ങളുടെ ആമുഖവും നവീകരണവും. ചോദ്യം 50. ഒരു വേരിയബിളിലെ മാറ്റത്തിൻ്റെ അളവ് മറ്റൊരു വേരിയബിളിലെ മാറ്റത്തിൻ്റെ അളവിന് ഒരു സ്ഥിരമായ അനുപാതം വഹിക്കുന്നുവെങ്കിൽ പരസ്പര ബന്ധം എങ്ങനെ പറയപ്പെടുന്നു? ഓപ്ഷൻ ബി രേഖീയം. ശിവരാമൻ സമിതി ശുപാർശ ചെയ്ത നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് നബാർഡ്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിതമായത്? 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓപ്ഷൻ ബി 6ാം പഞ്ചവത്സര പദ്ധതി കാലം 1980 മുതൽ 85. നമുക്കറിയാലേ നബാർഡ് സ്ഥാപിതമായത് എപ്പോഴാണ്? 1982 ചോദ്യം 52. ഭാരതത്തിലെ വരുമാന അസമത്വം ഇൻകം ഇൻഇക്വാളിറ്റി വർദ്ധിക്കുന്നതിന് പ്രധാനമായും ഏത് കാരണത്തിലാണ് വ്യവസായ മേഖലയിലെ സമ്പത്ത് കുറച്ച് സ്ഥാപനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത്? വ്യവസായ മേഖലയിലെ സമ്പത്ത് കുറച്ച് സ്ഥാപനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് ഇൻകം ഇൻഇക്വാളിറ്റി
വർദ്ധിക്കുന്നത്. ഇന്ത്യയിൽ കാർഷിക മേഖലയിലെ GDP സംഭാവന വർഷങ്ങളായി കുറയുമ്പോഴും തൊഴിലാളികളുടെ വലിയൊരു ശതമാനം ഇപ്പോഴും കൃഷിയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യം പ്രധാനമായും എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണല്ലേ. കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത കുറഞ്ഞതിനാൽ മറഞ്ഞ തൊഴിലില്ലായ്മ അഥവാ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്. ചോദ്യം 54. സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ആശയത്തിന് ഇന്ത്യയിൽ പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. പ്രകൃതി വിഭവങ്ങളുടെ ദ്രുതക്ഷയം, ഉയരുന്ന ജനസംഖ്യാ സമ്മർദ്ദം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത. എന്തൊക്കെ കൊണ്ടാണ്? പ്രകൃതി വിഭവങ്ങളുടെ ദ്രുതക്ഷയം, ഉയരുന്ന ജനസംഖ്യാ സമ്മർദ്ദം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത. ഇതൊക്കെ കൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനത്തിന് എന്ന ആശയത്തിന് ഇന്ത്യയിൽ പ്രാധാന്യമുള്ളത്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളെ മനുഷ്യ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI മൂല്യം ഏറ്റവും കൂടുതലിൽ നിന്ന് കുറഞ്ഞവയിലേക്ക് ക്രമീകരിക്കൂ. ഓപ്ഷൻ എ ആണ് നോർവേ, ജപ്പാൻ, ചൈന, ഇന്ത്യ. 56. 1987 ബ്രഡ്ലാൻഡ് റിപ്പോർട്ട് ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടതാണ്? സുസ്ഥിര വികസനം. ഓപ്ഷൻ എ സുസ്ഥിര വികസനം. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഡ്ലാൻഡ് റിപ്പോർട്ട്. 57. ആഡംബര വസ്തുക്കളിലും സിൻ ഗുഡ്സിലും അതായത് ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ് സാധാരണയായി ഏത് തരത്തിലുള്ള നികുതിയാണ് ചുമത്താറുള്ളത്? റിഗ്രസീവ് ടാക്സ് ആണല്ലേ. ഓപ്ഷൻ ഡി റിഗ്രസീവ് നികുതി. ലക്ഷറി ഐറ്റംസിനും സിൻ ഗുഡ്സിനും. സിൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിഗരറ്റ് പോലുള്ള സാധനങ്ങളും പിന്നെ ലക്ഷറി ഐറ്റംസിനുമൊക്കെ ഏത് തരത്തിലുള്ള ടാക്സാണ് ചുമത്തുന്നത്? റിഗ്രസീവ് ടാക്സ് അഥവാ റിഗ്രസീവ് നികുതിയാണ് ചുമത്തുന്നത്. ചോദ്യം 58. സാമൂഹിക സൂചികകളെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിനെ സംബന്ധിച്ചുള്ള കേരള മോഡലിൻ്റെ പ്രധാന നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഇന്ത്യയിലെ ഉയർന്ന തരത്തിലുള്ള മാനവ വികസന സൂചിക സ്കോറുകൾ. ഇന്ത്യയിലെ ഉയർന്ന തരത്തിലുള്ള മാനവ വികസന സൂചിക സ്കോറുകളാണ് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കേരള മോഡൽ എന്ന് പറയുന്നത്. ചോദ്യം 59. കേരളത്തിലെ നഗരവൽക്കരണ പ്രവണതയിൽ ഭാവിയിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം? ഓപ്ഷൻ സി നഗര ജനസംഖ്യ വേഗത്തിൽ വളർന്ന് ഉയർന്ന നഗരവൽക്കരണ നിലയിലെത്തും. നഗര ജനസംഖ്യ വേഗത്തിൽ വളർന്ന് ഉയർന്ന നഗരവൽക്കരണ നിലയിൽ എത്തും. ചോദ്യം 60. നീതി ആയോഗിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി സർക്കാർ നയങ്ങൾ രൂപീകരിക്കാൻ പ്രവർത്തിക്കുന്ന ചിന്താശക്തി കേന്ദ്രവും ഉപദേശക സമിതിയുമാണ് നീതി ആയോഗ്. ഇതാണ് തിങ്ക് ടാങ്ക്. അതാണ് ഈ ചിന്താശക്തി കേന്ദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 61. താഴെ പറയുന്നവയിൽ ഏതാണ് രാഷ്ട്രീയത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രധാന ഘടകം അല്ലാത്തത്? ആ ചോദ്യം ക്യാൻസൽഡ് ആണ്. അടുത്തത് ഭരണകല എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നവ. ഓപ്ഷൻ ഡി 2, 3 വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിലുള്ള ചർച്ചയും വിട്ടുവീഴ്ചയും വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ പിന്തുടരൽ. ഇതാണ് ഭരണകല എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നവ. 63. ഗ്രബ്രിയൽ ആൽമണ്ടും സിഡ്നി വെബറും ചേർന്ന് പ്രശസ്തമായ ലൈഫ് നേഷൻ സ്റ്റഡി നടത്തി. ഇവ പരിശോധിക്കാൻ. ഓപ്ഷൻ സി 2 മാത്രം. ജനാധിപത്യേതര സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം. 64. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണകൂടത്തെക്കുറിച്ചുള്ള ലിബറൽ വീക്ഷണത്തെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി 2 മാത്രം. പരിമിതമായ സർക്കാരും വ്യക്തി സ്വാതന്ത്ര്യവും. എന്താണ് ഭരണകൂടത്തെക്കുറിച്ചുള്ള ലിബറൽ വീക്ഷണത്തെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏതാണ്? പരിമിതമായ സർക്കാരും വ്യക്തി സ്വാതന്ത്ര്യവുമാണ്. ചോദ്യം 65. മൗലിക സമത്വം പ്രധാനമായും എന്താണ് ഊന്നി പറയുന്നത്? ഓപ്ഷൻ ഡി 1, 4 പശ്ചാത്തലം പരിഗണിക്കാതെ തുല്യ പരിഗണന, എല്ലാവർക്കും തുല്യ നിയമപരമായ അവകാശങ്ങൾ. മൗലിക സമത്വം പ്രധാനമായി എന്താണ് ഊന്നി പറയുന്നത്? പശ്ചാത്തലം പരിഗണിക്കാതെയുള്ള തുല്യ പരിഗണന, എല്ലാവർക്കും തുല്യ നിയമപരമായ അവകാശങ്ങൾ. ചോദ്യം 66. താഴെ പറയുന്നവയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സവിശേഷതകൾ ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം രാഷ്ട്രീയ സാമൂഹികവൽക്കരണം, ദേശീയ സംയോജനം, നിയമസാധുത ഇവയെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ സവിശേഷതകളാണ്. ഏതൊക്കെയാണ്? രാഷ്ട്രീയ സാമൂഹികവൽക്കരണം, ദേശീയ സംയോജനം, നിയമസാധുത.
ചോദ്യം 67. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 3ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി 3ഉം 4ഉം മാത്രമാണ് ശരി. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട, അതായത് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ചോദ്യം 68. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങളുടെ സ്വഭാവത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി 2, 4. എന്തൊക്കെയാണ്? ഓപ്ഷൻ 2 പറയുന്നത് നാമമാത്രവും നിയമപ്രകാരവുമാണ് രാഷ്ട്രപതിയുടെ അധികാരം. ഓപ്ഷൻ 4 പറയുന്നത് ഭരണഘടനാപരവും നാമമാത്രവുമാണ്. അപ്പം രാഷ്ട്രപതിയുടെ അധികാരം എങ്ങനെയാണ്? നാമമാത്രവും നിയമപ്രകാരവും ഭരണഘടനാപരവുമാണ്. ചോദ്യം 69. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സമ്പത്തിന്റെ കേന്ദ്രീകരണം ഇവയെ ലംഘിക്കുന്നു. സമ്പത്തിന്റെ കേന്ദ്രീകരണം എന്തിനെയാണ് ലംഘിക്കുന്നതെന്നാണ് പറയുന്നത്? ഓപ്ഷൻ സി 2 മാത്രം. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ, അല്ലേ? സമ്പത്തിന്റെ കേന്ദ്രീകരണം സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ലംഘിക്കുന്നു. കേന്ദ്രീകരിക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 70. ഇന്ത്യൻ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക നീതിയുടെ സത്തയെ ഏറ്റവും നേരിട്ട് ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രം. ആർട്ടിക്കിൾ 38 ആണ്. ആർട്ടിക്കിൾ 38 ആണ് ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക നീതിയുടെ സത്തയെ ഏറ്റവും നേരിട്ട് ഉൾക്കൊള്ളുന്നത്. ചോദ്യം 71. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ഏതാണ്? അവസര സമത്വമാണ് പെടാത്തത്. അപ്പം മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? വർഗസമരം, മിച്ചമൂല്യം, സ്വകാര്യ സ്വത്തിന്റെ നിർമ്മാർജ്ജനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിയമവാഴ്ച എന്ന ആശയത്തിന്റെ പ്രധാന വക്താവ് ആരാണ്? A.V. ഡൈസി. 73. ഏറ്റവും വലിയ സംഖ്യയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന വാക്യം താഴെ പറയുന്നവയിൽ ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപയുക്തവാദം. ചോദ്യം 78. മാക്സ് വെബറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവയിൽ ആധുനിക ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാം. തൊഴിൽ വിഭജനം, വ്യക്തി താല്പര്യമില്ലായ്മ, നിയമപരമായ ക്രമീകരണം, നിഷ്പക്ഷത. ഏതൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ? തൊഴിൽ വിഭജനം, വ്യക്തി താല്പര്യമില്ലായ്മ, നിയമപരമായ ക്രമീകരണം, നിഷ്പക്ഷത. ചോദ്യം 79. ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഓൺലി 3 ആണ് ശരിയല്ലാത്തത്. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. UN സെക്യൂരിറ്റി കൗൺസിലിലെ അസ്ഥിരാംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലാൻഡിലെ ദി ഹേഗ് ആണ്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. പിന്നെ പഠനാവശ്യങ്ങൾക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് ആരാണ്? യുണിസെഫ് ആണല്ലേ, യുണിസെഫ്. അടുത്ത ചോദ്യം. G20 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. അന്തർദേശീയ സാമ്പത്തിക ധനകാര്യ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ധനമന്ത്രിമാർക്കും സെൻട്രൽ ബാങ്ക് ഗവർണർമാർക്കും ഒരു വേദി എന്ന നിലയിലാണ് G20 ഗ്രൂപ്പ് ആദ്യമായി സ്ഥാപിതമായത്. G20 ഗ്രൂപ്പിന് സ്ഥിരമായ ഒരു സെക്രട്ടേറിയറ്റ് ഇല്ല. കൂടാതെ മുൻപും നിലവിലുള്ളതും ഭാവിയിലേതും പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ട്രോയ്ക്ക എന്നറിയപ്പെടുന്ന 3 അംഗരാജ്യങ്ങളുടെ പിന്തുണയിലാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. എന്താണ്? G20 ഗ്രൂപ്പിന് സ്ഥിരമായ ഒരു സെക്രട്ടേറിയറ്റ് ഇല്ല. കൂടാതെ മുൻപും നിലവിലുള്ളതും ഭാവിയിലേക്കും പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ട്രോയ്ക്ക എന്നറിയപ്പെടുന്ന 3 അംഗരാജ്യങ്ങളുടെ പിന്തുണയിലാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. ആഫ്രിക്കൻ യൂണിയന് G20യിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചു. എല്ലാ അംഗങ്ങളുടെയും ഏകകണ്ഠമായ പിന്തുണ ഈ നിർദ്ദേശത്തിന് ലഭിച്ചതിനാൽ ആഫ്രിക്കൻ യൂണിയന് G20യിൽ സ്ഥിരാംഗത്വം നൽകുകയും ചെയ്തു. അടുത്ത ചോദ്യം. ലാബ്രഡോർ പ്രവാഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2ഉം 3ഉം മാത്രമാണ് ശരി. ഇത് ഉപദ്രുവ മേഖലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് ബാഫിൻ ഉൾക്കടലിലൂടെയും ഡേവിസ് കടലിടുക്കിലൂടെയും ഒഴുകുന്നു.
അപ്പം ലാബ്രഡോർ കറണ്ടിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇത് ഉപധ്രുവ മേഖലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് ബാഫിൻ ഉൾക്കടലിലൂടെയും ഇതിലേക്കൂടെയൊക്കെയാണ് ബാഫിൻ ഉൾക്കടലിലൂടെയും ഡേവിസ് കടലിടുക്കിലൂടെയും ഒഴുകുന്നു. പിന്നെ ലാബ്രഡോർ എന്ന് പറയുന്നത് ഒരു കോൾഡ് കറണ്ടാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 4ഉം മാത്രമാണ് ശരി. 1. ഇന്ത്യയുടെ മധ്യരേഖയിൽ 82.5 ഡിഗ്രി ഈസ്റ്റ് IST കണക്കാക്കുന്നു. 7 ഡിഗ്രി 30 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ ഗുണിതങ്ങളായി IST കണക്കാക്കുന്നു. ഇവ രണ്ടുമാണ് ശരി. 83. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? തെറ്റ് ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്? 3ഉം 4ഉമാണ് തെറ്റ്. നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണെന്ന് നോക്കാം. 1912 ആൽഫ്രഡ് വെഗ്നർ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ആൽഫ്രഡ് വെഗ്നർ മുൻപോട്ട് വെച്ചു. ഏത് വർഷമാണ്? 1912. എല്ലാ ഭൂഖണ്ഡങ്ങളും പാൻജിയ എന്ന ഒരൊറ്റ ഭൂഖണ്ഡത്തിൻ്റെ രൂപത്തിൽ ഒന്നിച്ചു ചേർന്നു. എല്ലാ ഭൂഖണ്ഡങ്ങളും പാൻജിയ എന്ന ഒരൊറ്റ ഭൂഖണ്ഡത്തിൻ്റെ രൂപത്തിൽ ഒന്നിച്ചു ചേർന്നു. ഇനി ഹാരി ഹെയ്സ് കൊണ്ടുവന്ന ഏത് തിയറിയാണ്? സീ ഫ്ലോർ സ്പ്രെഡിംഗ് തിയറിയാണ് ഹാരി ഹെയ്സ് കൊണ്ടുവന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുക. ഏത് പ്രസ്താവനകളാണ് ശരിയായത്? 1ഉം 3ഉം മാത്രമാണ് ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. സമുദ്രത്തിലെ മധ്യരേഖാ വരമ്പുകളിലൂടെ സമുദ്രഫലകങ്ങൾ വേർപെട്ട് വിപരീത ദിശയിലേക്ക് നീങ്ങുമ്പോഴാണ് സൃഷ്ടിപരമായ ഫലകങ്ങളുടെ അരികുകൾ രൂപപ്പെടുന്നത്. സൃഷ്ടിപരമായ ഫലകങ്ങളുടെ അരികുകളെ ഡൈവേർജന്റ് ഫലകങ്ങളുടെ അരികുകൾ എന്നും വിളിക്കുന്നു. നമ്മളെ പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ ഡൈവേർജന്റ് തിയറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികൾ പൊരുത്തപ്പെടുത്തുക. ഏതാണ് കറക്റ്റ് മാച്ച് എന്നുള്ളത്? ഓപ്ഷൻ ബി ആണ്. ബാരിസ്ഫിയർ ഇത് ഭൂമിയുടെ ഉൾഭാഗത്തിൻ്റെ അകത്തെ മേഖലയെ പ്രതിനിധീകരിക്കുന്നു. 2800 കിലോമീറ്റർ മുതൽ വ്യാപിച്ചു കിടക്കുന്നു. ഏതാണ്? ബാരിസ്ഫിയർ. അപ്പം ബാരിസ്ഫിയർ ഭൂമിയുടെ ഉൾഭാഗത്തിൻ്റെ അകത്തെ മേഖലയെ പ്രതിനിധീകരിക്കുന്നു. 2800 കിലോമീറ്റർ മുതൽ വ്യാപിച്ചു കിടക്കുന്നു. 2. പൈറോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ മധ്യമേഖലയാണ്. ശരാശരി സാന്ദ്രത 5.6 ആണ്. ഭൂമിയുടെ മധ്യമേഖലയാണ് പൈറോസ്ഫിയർ. ശരാശരി സാന്ദ്രത 5.6 ആണ്. അടുത്തത് ലിത്തോസ്ഫിയർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പാറഗോളത്തെ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഭൂഖണ്ഡത്തിൻ്റെ കരഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ലിത്തോസ്ഫിയർ എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത്? ഭൂഖണ്ഡത്തിൻ്റെ കരഭാഗങ്ങളെ. 4. എസ്തനോസ്ഫിയർ എന്താണ്? ഇത് ലിത്തോസ്ഫിയറിൻ്റെ താഴെയായി 60 മുതൽ 200 കിലോമീറ്റർ വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നു. എസ്തനോസ്ഫിയർ ലിത്തോസ്ഫിയറിൻ്റെ താഴെ 80 മുതൽ 200 കിലോമീറ്റർ വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഒരൊറ്റ ഓപ്ഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്ക് പകുതി എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആഗ്നേയശിലകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2ഉം 3ഉം മാത്രമാണ് ശരി. മാഗ്മ അല്ലെങ്കിൽ ലാവയുടെ ഖരീകരണത്തിലൂടെയാണ് ആഗ്നേയശിലകൾ രൂപപ്പെടുന്നത്. ആഗ്നേയശിലകൾ തരി രൂപത്തിലുള്ളതോ പരൽ രൂപത്തിലുള്ളതോ ആയ പാറകളാണ്. ക്രിസ്റ്റലൈൻ ഫോമിലുള്ളതാണ് ആഗ്നേയശിലകൾ. മാഗ്മ അല്ലെങ്കിൽ ലാവയുടെ സോളിഡിഫിക്കേഷനിലൂടെയാണ് ഇഗ്നയസ് റോക്ക് ഫോം ചെയ്യുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികൾ പൊരുത്തപ്പെടുത്തുക. ഇത് കെമിക്കൽ വെതറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ്രാവീകരണം മലയാളം വേർഡ്സ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാകാൻ. ഹൈഡ്രേഷൻ എന്നാണെന്ന് തോന്നുന്നു ദ്രാവീകരണം. ഇത് പാറകളിൽ നിന്ന് ലയിക്കുന്ന കണികകളിലൂടെയും ധാതുക്കളിലൂടെയും ലയിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. പാറകളിൽ നിന്ന്, അതായത് വെള്ളം പാറകളിലേക്ക് ഇറങ്ങി ധാതുക്കളിലൂടെയും കണികളിലൂടെയും ലയിക്കുന്നതിനെയാണ് ദ്രാവീകരണം സൂചിപ്പിക്കുന്നത്. ഓക്സിഡേഷൻ ഓക്സൈഡുകൾ രൂപപ്പെടുന്നതിന് അന്തരീക്ഷ ഓക്സിജന്റെ പ്രതിപ്രവർത്തനമാണിത്. കാർബണേഷൻ ധാതുക്കളുമായുള്ള കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് അയോണുകളുടെ പ്രതിപ്രവർത്തനമാണ് കാർബണേഷൻ. ജലവിശ്ലേഷണം ഹൈഡ്രോളിസിസ് ആണിത്. അത് വന്നിട്ട് ജലം ശിലകളിലെ ധാതുക്കളുമായി പ്രവർത്തിച്ച് പുതിയ ധാതുക്കൾ രൂപീകരിക്കുന്നു. ഇത് ശിലകളെ ദുർബലപ്പെടുത്തുന്നു. അതാണ് ജലവിശ്ലേഷണം അഥവാ ഹൈഡ്രോളിസിസ്. അടുത്തത്
താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ഏത് പ്രസ്താവനയാണ് തെറ്റ്? 1ഉം 2ഉം തെറ്റാണ്. ശരിയായ പ്രസ്താവന നോക്കാം. ഹിമാനികളുടെ താഴ്വരകളുടെ അടിത്തട്ടിൽ ഹിമാനികൾ അടിഞ്ഞുകൂടുമ്പോൾ ഗ്രൗണ്ട് മൊറൈനുകൾ രൂപപ്പെടുന്നു. ഗ്രൗണ്ട് മൊറൈൻസ്. ഹിമാനികളുടെ താഴ്വരകളുടെ അടിത്തട്ടിൽ ഹിമാനികൾ അടിഞ്ഞുകൂടുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? ഗ്രൗണ്ട് മൊറൈനുകൾ രൂപപ്പെടുന്നു. ഹിമാനികളുടെ അഗ്രഭാഗത്ത് ടെർമിനസ് മൊറൈനുകൾ രൂപപ്പെടുന്നു. ഗ്ലേഷ്യേഴ്സിന്റെ ഡെപ്പോസിഷണൽ ഫോമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇന്തോനേഷ്യയിൽ മാറ്റകൃഷി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലഡാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യയിൽ മാറ്റകൃഷി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലഡാങ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപമുള്ള രാജ്യം ഏത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഉള്ളത്. കുളു, സ്പിതി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? റോഹ്താങ് ചുരം. റോഹ്താങ് ചുരമാണ് കുളു, സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. താഴെ തന്നിട്ടുള്ളവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഗോതമ്പ്. രഞ്ജിത് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? രവി നദിയിലാണ്. രവി നദിയിലാണ് രഞ്ജിത് സാഗർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന വ്യവസായ കേന്ദ്രം ഏതാണ്? അഹമ്മദാബാദ്. വടക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം ഏത്? ഖൊരഗ്പൂർ. ഖൊരഗ്പൂർ ആണ് വടക്ക് കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം. താഴെ തന്നിട്ടുള്ളവയിൽ വെച്ച് കേരളത്തിൻ്റെ ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല ഏതാണ്? കുഞ്ഞിമംഗലം. പുതിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഏറ്റവും വിസ്തൃതിയുള്ള കണ്ടൽ മേഖല ഏത്? കുഞ്ഞിമംഗലമാണ്. കുഞ്ഞിമംഗലം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് 100 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.